നിദ്രയാ ഹ്രിയതേന കൃതംബ്യമായേന ജവാവയാ ദിവാചാർത്തേഹയാ രാജൻ കുടുംബഭരണേന വാ. പകുതി സമയവും മനുഷ്യര് ആയുസിന്റെ പകുതി സമയവും ഉറങ്ങിയിട്ട് കളയാത്രേ. ആ പകുതി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എന്തിന് കളയും? പലതരത്തിലുള്ള വർത്താനങ്ങൾ പറഞ്ഞു പല പല വ്യവഹാരങ്ങൾ ചെയ്തും കളയും. അങ്ങനെ ഒരു കാര്യമില്ലാത്ത പല കാര്യങ്ങൾ അത് ഓർത്തു കഴിഞ്ഞാൽ ആലോചിച്ച് അതിനൊന്നും ഒരു അടിസ്ഥാനമൊന്നുമില്ല. അങ്ങനെ പകുതി നേരം അങ്ങനെ തീർത്ത് കഴിയുന്നു എന്നാണ്. ഒരായുസ് മുഴുവനും അങ്ങനെ തീർക്കണം. അതെങ്ങനെയാണ്? അതിൽ എളുപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പൊതുശീലം ഉണ്ട്. എന്താണ്? ദിവാചാർത്തേഹയാ രാജൻ കുടുംബഭരണേനവാ. കാലത്തായി കഴിഞ്ഞാൽ എല്ലാവരും കുടുംബം ഭരിക്കാനുള്ള അത് എത്ര പാടല്. ഓരോരുത്തരും ജോലി അന്വേഷിച്ച് പോവായിരുന്നു. വെറുതെ ഇരിക്കുന്നവരാരുമില്ല. അത്യാവശ്യം ബാലൻസ് ഉണ്ട്, പിന്നെ കുഴപ്പമില്ല. മറ്റുള്ളവർക്കൊക്കെ കാലത്ത് എന്തെങ്കിലുമായിട്ട് ഉപാധികൾ ചെയ്ത് പൈസ ഉണ്ടാക്കണം. എന്തിന്? സ്വന്തം ശരീരം പാലിക്കണം. ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, ഇതന്നല്ലേ. ഇങ്ങനെ ഓരോരുത്തരും അതിൻ്റെ തിരക്കിൽ പെട്ടിട്ട് എന്തായി? പശ്യന്നബി നപശ്യതി, പശ്യന്നബി നപശ്യതി. കണ്ടിട്ടും കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കും. അതെങ്ങനെയാ പറ്റുക? കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, പിന്നെ എങ്ങനെ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കാൻ? ഇതൊക്കെ ഇഷ്ടം പോലെ പറ്റും തിരുമേനില്ലേ. ഇപ്പൊ വലിയ രോഗിയൊന്നും ഇല്ലാത്ത ആൾ അടുത്ത് വന്നിരുന്ന മുട്ടിയാൽ തന്നെ അറിയോ നമ്മൾ? എന്നാലോചിച്ചോ. അന്നദാനത്തിനൊക്കെ നിൽക്കുമ്പോൾ തൊട്ട് പറകിലൊക്കെ ചിലപ്പോൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അധികം മിണ്ടുന്നില്ല. എന്തെങ്കിലും ചെറിയ സൗന്ദര്യപ്പിണക്കായിരിക്കാം, കൂട്ടുകാരിയൊക്കെ ആയിരിക്കാം. എങ്കിൽ അടുത്ത് കണ്ടാൽ മിണ്ടാത്ത ഒരു കളി, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് അടിച്ചിട്ടങ്ങ് പോകാനൊക്കെ അതിൽ മനുഷ്യർക്കുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. മറ്റ് ജീവികൾക്കൊന്നും പറ്റില്ല. നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചു കളി. അതുപോലെ ആത്മതത്വത്തെയും നമ്മൾ പറ്റിക്കണു. ശ്രദ്ധിക്കുന്നില്ലേ? നമ്മെ തന്നെ നമ്മൾ പറ്റിക്കണു എന്നർത്ഥം. അതാണ് ഈ ആത്മതത്വത്തെ കണ്ടില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഭഗവാനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നണ്ട. ആത്മതത്വം എന്നുള്ളത് അവനവനെ തിരിച്ചറിയാതെ പലതും 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 ഇങ്ങനെ ഒരു ബോധത്തിൽ ചെയ്തു കൂട്ടുകയാണ്. എവിടുന്ന് ഈ ബോധം വരുന്നത്? അത് ഭൗതികതയുടെ പല പല ശകലങ്ങളാണ്. ഒന്ന് കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് അത് ഇങ്ങനെ ചെയ്തു നോക്കിയാലോ ഇങ്ങനെ ആയില്ലേ, ആവില്ല. ഇങ്ങനെ പലതും പലതും ചിന്തിക്കാനും ചെയ്യാനും കൂടിയിട്ടാവുമ്പോഴേക്കും എന്തായി? വ്യവായേന ചമാവയ. ആ മനുഷ്യ ജീവിതം അങ്ങ് നശിച്ചുപോയി. ആയുസങ്ങ് നശിക്കാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് തസ്മാൽ ഭാരത സർവാത്മാ ഭഗവാൻ ഹരിരീശ്വര ശ്രോതവ്യ കീർത്തിതവ്യശ്ച ധ്യേയ പൂജ്യശ്ച നിത്യദാഃ. ഹേ രാജാവേ, അതുകൊണ്ട് എപ്പോഴും തസ്മാത് സർവാത്മന, എപ്പോഴും എല്ലാം കൊണ്ടും മനസ്സ് എവിടത്തേക്ക് ഉണ്ടാവണം? ഹരിഹി, ഭഗവാനിങ്കിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. ആ ഈശ്വരനിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കാൻ നമുക്ക് ജീവിതത്തിൽ സാധിക്കണം. ഭഗവാനെ നല്ലതുപോലെ സ്മർത്തവ്യേഷ്ടിച്ചതാഭയം, മരണഭയം മാറാൻ, പ്രാരബ്ധ ഭയം മാറാൻ വേണ്ടി, ജീവിതത്തിലെ ക്ലേശങ്ങൾ മാറാൻ, ദുഃഖങ്ങൾ മാറാൻ എന്തുണ്ടാവണം? എപ്പോഴും സ്മരിക്കാൻ സാധിക്കണം ഗുരുവായൂരപ്പനെ. അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും നിങ്ങൾക്ക്? അങ്ങനെയുണ്ടെങ്കിൽ ഏതാവാൻ സാംഖ്യയോഗാഭ്യാം സ്വധർമ്മപരിനിഷ്ഠയാ ജന്മലാഭഃ പരഃ പുംസാം അന്തേ നാരായണ സ്മൃതി. ഇങ്ങനെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഭഗവാനെ നിരന്തരം സർവാത്മന മനസ്സുകൊണ്ട് ഗുരുവായൂരപ്പനെ ആശ്രയിച്ച് നിരന്തരം ജീവിക്കാൻ സാധിക്കുന്നവർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്താണ്? അവരുടെ ജീവിതം കണ്ടുപഠിച്ചോളൂ. അതുപോലെയാണ് ഇവിടെ ജീവിക്കേണ്ടത്. ഏതു നിമിഷവും മരണം വരട്ടെ, അവർ ആ മരണഭയത്തെ ആഗ്രഹിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത്ര പോലും ഭയക്കുന്നില്ല. അതൊക്കെ നിസാരമായിട്ട് അവർക്ക് തീർക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ നാമത്തിനെ ചേർത്ത് വെക്കണമെങ്കിൽ എന്ത് വേണം? നല്ലതുപോലെ അന്തേ നാരായണ സ്മൃതി, അവസാന നിമിഷത്തിൽ ഗുരുവായൂരപ്പനെ തോന്നണം. നല്ലതുപോലെ സ്മരണ ഉണ്ടാവണം. ഏത് കാലഘട്ടത്തിലാണ് ഇതുപോലെ നടക്കാനും ഓടാനൊക്കെ പറ്റുമ്പോൾ വേണമെന്നില്ല. പിന്നെയോ നാട്ടുകാർ വീട്ടുകാർ കൂട്ടുകാരൊക്കെയും വിട്ടുപിരിയുമോരാ ദുഃഖവേളയിൽ നാവു
മരിക്കുവാൻ സാധിച്ചിടേണമേ നാരായണ ഹരേ. ഏത് സമയത്തേക്ക് വേണ്ടിയിട്ടാണ്? മരണത്തിൽ നിന്നുള്ള ആ ഒരു ഘട്ടത്തിന് മുന്നേടായിട്ട് ഒരു ഭീകരമായ ഒരവസ്ഥ എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് പരീക്ഷിത്തെ ജീവിതത്തിൽ മരണഭയമില്ലാതെ ഇതുപോലെ ഇരുന്ന് ഈ മരണത്തിനെ കാത്തിരിക്കുമ്പോഴുള്ള ഭയം തീണ്ടാതിരിക്കണം ഓരോരുത്തർക്കും എങ്കിൽ ഇന്നു മുതൽ ചെയ്യാൻ സാധിച്ചോളൂ. എന്തുണ്ടാവണം? ആ ഭഗവാനെ നിരന്തരം ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക, ഭഗവാനെ പഠിക്കാൻ സാധിക്കുക. അന്തേ നാരായണ സ്മൃതി എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്താ ഈ നാരായണ സ്മൃതി അന്ത്യകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പനെ ഓർമ്മ വരണം എന്നല്ലേ അർത്ഥം? പറയൂ. അതെ, ഇതാർക്കാ ഈ ഓർമ്മ വരിക എന്ന് വെറുതെ ആലോചിച്ചോളൂ. ഭഗവാനെ കുറേ പോയി തൊഴുത് കഴിഞ്ഞ് ഓർമ്മ വരുമോ? ഭഗവാനെ നിരന്തരം തൊഴുത് യാന്ത്രികമായി തൊഴുത് നാമത്തിലേക്ക് എത്താൻ സാധിക്കണം. ആ നാമജപത്തിലൂടെ നിരന്തരം ജീവിതം കൊണ്ടുപോകാൻ സാധിക്കണം. നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന കാര്യങ്ങൾ എങ്ങനെയുണ്ടാവുക? നിങ്ങൾ ആലോചിച്ചു. നമ്മുടെ ജീവിതത്തിലുള്ള പല പല ഓർമ്മയുള്ള കാര്യങ്ങളും എപ്പോഴാണ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നത് അറിയും? എന്താ അതിൻ്റെ ടെക്നിക്ക്? ഇപ്പം നമ്മളിങ്ങനെ ഇവിടെ സന്ധ്യയ്ക്ക് ഇരിക്കുമ്പോഴും ഇത്രയും പ്രായമില്ലേ നമുക്ക് ഓരോരുത്തർക്കും? വെറുതെ ഇവിടെ ഇരുന്നിട്ട് ആലോചിച്ചോളൂ. 5ാം ക്ലാസ്സിൽ പഠിച്ചു സ്കൂൾ, ചെറുക്കൽ തമ്പുരാൻ്റെ സ്കൂളായിരിക്കില്ലേ, അവിടെ പഠിച്ച ദിവസങ്ങളൊക്കെ ഒന്ന് ഓർത്തോളൂ. അത് പറയുന്നതിന് മുന്നേ നമ്മൾ ഓരോരുത്തരും ആ സ്കൂളിൽ എത്തിയില്ലേ? എത്ര വേഗം എത്തി, ശരിയല്ലേ? പറയൂ. ആ സമയത്തുണ്ടായ ഒരു ബസ്സിൻ്റെ പേര് പറയൂ. കിട്ടുമോ? എല്ലാവർക്കും അത് കിട്ടുന്നില്ല. എന്നാ സ്കൂൾ എല്ലാവർക്കും കിട്ടി, ബസ് എല്ലാവർക്കും ഓർമ്മയില്ല. അപ്പൊ ചില കാര്യങ്ങൾ ഓർമ്മയുണ്ട്, ചിലത് ചില ആൾക്ക് ഓർമ്മയില്ല. എന്നാൽ എല്ലാം ഓർമ്മ. ഇങ്ങനെയൊക്കെ നമുക്ക് വ്യത്യസ്തങ്ങളായി കാണാം. ഈ ഓർമ്മ എന്നുള്ളതൊന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് എങ്ങനെ സാധിക്കണം? ഇതിപ്പോൾ ഓർക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് അമ്പലത്തിൽ സപ്താഹത്തിൽ ചോദിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. ഉണ്ടോ? നമുക്ക് അയച്ചു കഴിഞ്ഞാൽ രാവിലെ കേട്ട കാര്യം വൈകുന്നേരത്തേക്ക് എന്താ അമ്മയെ ചോദിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ ചോദിക്കുമ്പോൾ ഓർമ്മയില്ല, മറന്നു, നാളെ മറ്റും പറയാം. ഇങ്ങനെയാണ് നമ്മുടെ മറവി. പിന്നെ എങ്ങനെ ഇത്രയും കൊല്ലം പഴക്കമുള്ളത് ഇപ്പോൾ ഓർത്തെടുത്തത്? അപ്പോൾ ഈ ചില കാര്യങ്ങൾ നമുക്ക് മറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? ചില കാര്യങ്ങളല്ല, ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരു വിഷയങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, വിസ്മരിക്കാൻ സാധിക്കില്ല. അനുഭവങ്ങളാക്കണം. അപ്പോൾ ഭഗവാനെ സ്മരിക്കണമെങ്കിൽ എന്താണ് അതിനുള്ള ടെക്നിക്ക്? ഭഗവാനെ അനുഭവമാക്കണം. എപ്പോഴെങ്കിലും ഒരു ദിവസം പാദൗ പദൗ ക്ഷേത്രപദാനുസർപ്പണം കരൗജ ഹരേ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരച്യുത സത്കതോദയേ. എപ്പോഴും എന്തുണ്ടാവണം? കേൾക്കാനുള്ള ആഗ്രഹം ഭഗവത് കഥകളിലേക്കാവണം. എന്തെങ്കിലും ഒരു കീർത്തനം കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഹരിനാമത്തിലേക്കൂടെ ആവണം. കാണാൻ അധികം കൊതിക്കുന്നത് കണ്ണുകൾ എന്താവണം? ഗുരുവായൂരപ്പൻ്റെ ആ രൂപങ്ങളായിരിക്കണം. ഇത്തരത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരപ്പനെ ജീവിതത്തിൽ അവസാന നിമിഷത്തിൽ ഏത് നിമിഷം അവസാനം വന്നാലും നമുക്ക് ഭയമില്ല. അതിന് തൊട്ട് മുന്നേ നമുക്ക് ആരെ കിട്ടും? പറയൂ. ഗുരുവായൂരപ്പനെ കിട്ടും. സംശയമുണ്ടോ? അത്തരത്തിൽ അവസാന നിമിഷം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യ ജീവിതത്തിൽ ഇപ്പോഴേ ഭാഗവതത്തെ എന്തുണ്ടാവണം? നൈർഗുണ്യസ്താരമന്ദേസ്മഗുണാനുകഥനേ ഹരേ. അതിൽ നല്ലതുപോലെ രമിക്കാൻ സാധിക്കണം. ആ പൊന്നു ഭഗവാന്റെ ഗുണഗണങ്ങളിൽ നല്ലതുപോലെ, ആ കഥകളിൽ നല്ലതുപോലെ രമിച്ച് നിങ്ങൾ അതിനുള്ള ആനന്ദത്തെ കണ്ടെത്തണം. അതിനെ നിരന്തരം മനസ്സിലേക്ക് ചിന്തിക്കുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ചെയ്തോളൂ. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം മദീതവാൻ ദ്വാപരാദോ പിതുർദ്വൈവായനാദഹം പരിനിഷ്ഠിതോ വിനൈർഗുണ്യ ഉത്തമ ശ്ലോകലീലയാ ഗൃഹീതചേതാ രാജർഷേ ആഖ്യാനം യദധീതവാൻ തദഹം ദേഭിദാസ്യാമി മഹാപൗരുഷികോ ഭവൻ. അങ്ങേക്ക് ഞാൻ എൻ്റെ അച്ഛനാൽ എനിക്ക് സിദ്ധിച്ച
അച്ഛനിൽ നിന്നും എനിക്ക് കിട്ടിയതായ ആ ശ്രീമദ് ഭാഗവതത്തെ ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അതിനെ കേട്ട് അങ്ങ് ആ നാമത്തെ നല്ലതുപോലെ പഠിക്കൂ. ആ ഭഗവത് സ്വരൂപം അങ്ങയുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ആ ഒരു ഭാവത്തിൽ ഞാൻ അങ്ങേക്കും പറഞ്ഞു തരാം. അങ്ങും അതുപോലെ കേൾക്കൂ. കാരണം എന്താ, നമുക്കിനി എത്ര ദിവസമേ ഉള്ളൂ? 7 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് പരീക്ഷത്തെ നോക്കൂ, ഈ ലോകം മുഴുവനും ഭഗവത് സ്വരൂപം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങേക്കത് നിരന്തര ധ്യാനത്തിലേക്ക് എത്തിക്കാൻ വേണമെന്ന് വെച്ചാൽ പെട്ടെന്ന് സാധിക്കും എന്നാ പറഞ്ഞേ. കാരണം എന്താ, ഖഡ്വാങ്കാത് നാമരാജർഷേ. പണ്ട് ഒരു ഖഡ്വാങ്കൻ എന്നുള്ള ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മഹർഷീശ്വരന്മാരെ കണ്ടപ്പോൾ തനിക്ക് എത്ര ആയുസ്സിന് ബാക്കിയുണ്ട് എന്ന് അറിയണമായിരുന്നു അത്രേ. അങ്ങനെ മഹർഷീശ്വരന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അങ്ങേക്ക് ഇനി മുഹൂർത്തമഭിനസ്തേയം. ഹേ രാജാവേ, അങ്ങൊരു മുഹൂർത്തം തന്നെ തയ്ക്കും തോന്നില്ല, മാവ് മുറിക്കാൻ നോക്കിക്കോളൂ പറഞ്ഞു. ഇത് കേട്ട സമയത്ത് ആ ഒരു നിമിഷം കൊണ്ട് പരമവൈരാഗ്യത്തിലേക്ക് എത്താൻ ആ ചക്രവർത്തിക്ക് പണ്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷത്തെ അങ്ങ് 7 ദിവസം എന്നുള്ളത് ധാരാളമായിട്ട് കണ്ടോളൂ. അങ്ങേക്ക് അത് കുറവാവില്ല. ഒരു നിമിഷം മതി ഭഗവാനിലേക്ക് എത്താൻ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണോ നമ്മൾ ഈ ഭൗതികതയുടെ തിഷ്ണതയിൽ പിടുത്തത്തിൽ നിന്നും വിടുന്നത്, ദുസ്സഹ ഉഗ്രസംസാര ചക്രകഥനാദി, ഉത്സഹമാണ്, ഉഗ്രമാണ്, അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് വിടാൻ പറ്റുന്നില്ല. ഇവിടുത്തോളിപ്പോൾ ഇത് എത്തിയപ്പോഴിനിപ്പോൾ ഇവിടെ വെച്ച് ഓട്ടാൻ മതിയാക്കാം. ചില ആൾക്കതൊരു തോൽവിയായിട്ട് തോന്നും. ജീവിതം പരാജയപ്പെടുമ്പോൾ എന്ത് വേണ്ടു എന്ന് നിശ്ചയം കിട്ടുന്നില്ല. ഇവിടെയൊക്കെ ആശ്രയതത്വം നശിക്കുമ്പോൾ ഭാഗവതം പറയണു, ആ ഗഡ്ഭാങ്കനെ പോലെ നിങ്ങളും ഈ നിമിഷം ഭഗവാനെ ആശ്രയിക്കും. ഈ ഭഗവത് സ്വരൂപം എന്നുള്ളത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം. അണ്ഡകോശേ ശരീരേസ്മിൻ സപ്താവരണ സയുധ. ഈ ബ്രഹ്മാണ്ഡം എന്നുള്ളത് അത്ഭുതമായ ഒരു സൃഷ്ടിയാണ്. അത് അനവധി ആവരണങ്ങളോട് കൂടിയിട്ടുള്ള ഈ ഒരു അണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഈ ഒരു ഭൂഗോളം, അത് മുഴുവനും ഈശ്വരനാണ്. ഇനി അങ്ങനെയുള്ള പല പല ലോകങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ പരീക്ഷത്തെ? ഭൂമിക്ക് താഴോട്ടായിട്ട് അതലം വിതലം സുതലം തലാതലം രസാതലം മഹാതലം പാതാളം, 7 ലോകങ്ങളുണ്ട്. അവസാനത്തേത് പാതാളമാണ്. ഇനി ഭൂമിക്ക് മുകളിലോട്ട് ഭൂർഭുവ സുവ തപ മഹാജന സത്യം, ഇങ്ങനെ 7 ലോകങ്ങളും മുകളിലോട്ടും. ഇങ്ങനെ പരന്നു കിടക്കുന്നതായ 14 ലോകങ്ങൾ ഇങ്ങനെ അട്ടിവെച്ചതുപോലെയുള്ള ഒരു വലിയൊരു ബ്രഹ്മാണ്ഡം, എത്രയോ ആവരണങ്ങളോട് കൂടിയിട്ടുള്ളത്, അതൊക്കെ ഭഗവാന്റെ സ്വരൂപമാണ്. ഇത് മുഴുവൻ ഒരു പൂർണ്ണസ്വരൂപമായിട്ടുള്ള ഭഗവാനെ എന്ന് കണ്ടോളുന്നാണ്. പാതാളമേതസ്യ ഹി പാദമൂലം പഠന്തി ബാഷ്പിപ്രപദേരസാദലം. ആ പാതാളത്തിലെ ഭഗവാന്റെ 2 പാദങ്ങൾ നിങ്ങൾ കണ്ടോളൂ. 2 പാദങ്ങൾ ഇവിടെ വെച്ചിട്ട് കടലായി കണ്ണനിൽ നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭഗവാനെ ഇവിടെ കണ്ടോളൂ. അവിടെ നിന്ന് ഓരോ ലോകങ്ങളെ നിങ്ങൾ അളന്നു കഴിഞ്ഞാൽ ആ സത്യലോകം എന്നുള്ളിടത്ത് എത്തുമ്പോൾ ഇനി നിങ്ങൾ കണ്ടിരിക്കും ആ തല, ഗുരുവായൂരപ്പൻ്റെ ആ മുഖം നിങ്ങൾ കാണും. അങ്ങനെ 14 ലോകങ്ങളിലും വിരിഞ്ഞിരിക്കുന്നതായ പ്രകൃതി എന്നുള്ളത് ഈശ്വരൻ തന്നെ എന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഇതിന് പേര് സ്ഥൂലമായ സ്ഥൂലമായ ഭഗവാൻ. ഇതൊക്കെ എന്തെന്നെയാണ്? എല്ലാം ഭഗവാനാണ്. ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഭൂമിയിലെ കുന്നുകളും മലകളും പുഴകളും എല്ലാം ഭഗവാന്റെ ശരീരമായിട്ട് അങ്ങേക്ക് കാണാൻ സാധിക്കണം. അതിനുള്ള ഓരോന്നും ഭഗവാനാണ്. ഇങ്ങനെ സ്ഥൂല രൂപത്തിൽ കാണുന്നതിൽ ഭഗവാനെ അങ്ങ് കൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി പകുതിയോളം അങ്ങേക്ക് രക്ഷപ്പെട്ടു. ഇനി അവിടുന്ന് അടുത്ത് ചെയ്യേണ്ടത് ഇതിലൊക്കെ കാണുന്നുണ്ടോയെന്ന് ഒന്നുകൂടി ചോദിച്ചാൽ ഒന്നും പ്രത്യക്ഷത്തിൽ ഭഗവാനെ കാണില്ല. അപ്പൊ എല്ലാത്തിനകത്തും ഉണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ്, അതാണ് സൂക്ഷ്മരൂപമായ ഭഗവാൻ. അതിനെ ഞാൻ അങ്ങേക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ആദ്യം അങ്ങ് കണ്ടില്ലേ, ഇതൊക്കെ ഭഗവാന്റെ രൂപമാണ്. ഇനി കാണാത്തൊരു ഭഗവാൻ ഇതിനകത്തുണ്ട്. അതെങ്ങനെയാണ്? സൂക്ഷ്മരൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. അത് പല 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 വിഷയങ്ങളായിട്ട് കിടക്കുക. ആകാശം എന്നുള്ളത് ഒരു അവസ്ഥയായിട്ടാണ്. ആ ആകാശത്തിൻ്റെ ഭൂതം, പഞ്ചഭൂതം എന്നുള്ളത് ഭഗവാന്റെ ഒരു കോശമാണ്, ശരീരത്തിൻ്റെ ഒരു കോശമാണ്. അങ്ങനെ പലതും 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 ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം ഭഗവാന്റെ ശരീരത്തിലുള്ള ഓരോ പാർട്സായിട്ട് കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുന്നില്ലേ?
എല്ലാം അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിൽ എത്രയുണ്ടാവും പാർട്സ്, അതുപോലെ നോക്കിക്കോളും നമ്മൾ. എല്ലാത്തിനെയും അവിടെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നിന്നതാണ്. ചന്ദ്രൻ എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ലേ? ചന്ദ്രൻ അത് ഹൃദയമാണ്. ആരുടെ ഹൃദയമാണ്? പറയൂ. ഭഗവാന്റെ ഹൃദയമാണ്. അപ്പൊ ചന്ദ്രനെ കാണും എന്തുകൂടി മനസ്സിലാക്കിക്കോളൂ, എൻ്റെ ഭഗവാന്റെ ഹൃദയം തന്നെ. ഇങ്ങനെ ഓരോന്നിലും കൽപ്പിക്കുന്ന ഈശ്വരന്റെ ഉള്ളിൽ ഈ തരത്തിൽ ഓരോ തത്വങ്ങളായിട്ട് കുടികൊള്ളുന്നു, ഓരോ അംശകലകളായിട്ട് ഓരോ വിഷയങ്ങളിലും വസ്തുക്കളിലും ഭൂതങ്ങളിലും കുടികൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥൂല സൂക്ഷ്മ രൂപത്തിലാണ് ആദ്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ സത്യമായ ആനന്ദനിധിയായിട്ടുള്ള ആ ഭഗവാനെ ഞാൻ ഭജിക്കുന്നു എന്ന് രണ്ടാമത്തെ സ്കന്ധം 1-ാമത്തെ അധ്യായം കാണും. പിന്നീട് അവിടെ നിന്നും ഭഗവാൻ ആ ബ്രഹ്മദേവൻ ഉണ്ടായിട്ടുള്ള ആ സൃഷ്ടിയെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ പരീക്ഷിത രാജാവിനെ ആയിക്കൊണ്ട് ആ ഭഗവാന്റെ പലതരത്തിലുള്ള അവതാര സ്വരൂപങ്ങളെ അവിടെ കാട്ടിക്കൂട്ടി. ആ ഭഗവാൻ ശ്രീകൃഷ്ണാവതാരം മുതലാടിയതായ പല അവതാരങ്ങളും പല ലീലകളും ഒക്കെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടു. അതിൻ്റെ ഇടയിലാണ് അവിടെ ഓരോരോ ആഗ്രഹങ്ങൾക്ക് ഇവിടെ ജീവിക്കുമ്പോഴും മനുഷ്യന്മാർ കാമപൂർത്തീകരണത്തിന് ഓരോരോ ഈശ്വരന്മാരെ പ്രാർത്ഥിക്കാം. ഇതൊക്കെ പണ്ടേ കൽപ്പിച്ചിട്ടുള്ളതാണ്. പല സൗന്ദര്യം വർദ്ധിക്കാൻ ഇന്ദ്രനെ പൂജിച്ചു കഴിഞ്ഞാൽ സാധിക്കും, ശക്തി വർദ്ധിക്കാൻ ഒരാളെ, ഇങ്ങനെ ഓരോന്നിനാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞേ? ഗുരുവായൂരപ്പനെ എന്തിനു വേണ്ടിയിട്ടാണ് ഭജിക്കുക? നിങ്ങൾ ഗുരുവായൂരപ്പനെ ഭജിക്കുന്നുണ്ടെങ്കിൽ അത് നിഷ്കാമമായിട്ടുള്ള വചനം ഇവിടെയുണ്ട്. അകാമ സർവകാമേഭ്യ മോക്ഷകാമ ഉദാരതി. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാമുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ഇന്നത് ചെയ്തോളൂ, ധനം വർദ്ധിപ്പിക്കാൻ ചെയ്യൂ, സമ്പത്ത് വർദ്ധിക്കട്ടെ, ഐശ്വര്യം വർദ്ധിക്കട്ടെ, സന്താനം വർദ്ധിക്കട്ടെ, എല്ലാത്തിനും ഓരോരോ ദേവന്മാർ. പക്ഷേ ഗുരുവായൂരപ്പൻ എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാ കാമങ്ങളും ഏതൊന്നിനെ കിട്ടുമ്പോഴാണോ പൂർത്തീകരിക്കപ്പെടുന്നത് ആ കാമമാണ് ഗുരുവായൂരപ്പൻ. ശ്രദ്ധിക്കുന്നില്ലേ? അതാണ് കൽപ്പകതരു എന്ന് പറഞ്ഞിട്ട്. എങ്കിൽ ആഗ്രഹത്തോടു കൂടി ഓരോന്നായി ഒന്നൊന്നായി എണ്ണണ്ട ഗുരുവായൂരപ്പൻ്റെ അടുത്ത് നിന്നാണ്. ഒരു ആഗ്രഹമില്ലാതെ ഗുരുവായൂരപ്പനെ സ്വീകരിക്കണം. അവിടെ മുതലാണ് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവാൻ വേണ്ടി തുടങ്ങുക. അത് ആരുടേൽ മാത്രമേ ഉള്ളൂ? ഈ അകാമ സർവകാമേവ്യ മോക്ഷകാമ ഉദാരതി. നമ്മൾ മോക്ഷത്തിലേക്ക് സഞ്ചരിക്കണു എന്നർത്ഥം. ഗുരുവായൂരപ്പൻ തൊട്ടു എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ മോക്ഷത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. മോക്ഷാർത്ഥികളായ മോക്ഷുക്കൾ എന്നൊക്കെ പേര്. അതുകൊണ്ട് പരീക്ഷത്തെ അങ്ങ് യാതൊന്നും ഭയപ്പെടേണ്ട. ഇത് കുറച്ച് കേൾക്കുമ്പോൾ തന്നെ പരീക്ഷത്തിന് എന്തെന്നില്ലാത്ത സന്തോഷമായില്ല. പിബന്തിയേ ഭഗവതാത്മനസ്സദാം കഥാമൃതം ശ്രവണപുടേഷു സംവൃതം പുനന്ദിതേ വിഷയവിദൂഷിതാശയാം വ്രജന്തിതൽ ശരണസരോരുഹന്തികം. എൻ്റെ ഉള്ളിൽ ആ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങൾ തെളിയുണ്ട്. കുറശനെ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുന്നുണ്ട് ഇപ്പോൾ. കാരണം എനിക്കതിനെ സ്മരിക്കാൻ സാധിക്കാൻ തോന്നുന്നു. ഹേ രാജൻ, അങ്ങ് മഹാഭാഗ്യം ചെയ്തിട്ടുള്ളതാണ്. നോക്കൂ, അങ്ങേക്ക് ഈ ഭാഗവതത്തിലേക്ക് ഇങ്ങനെ ചിന്ത വന്നല്ലോ. ഇത്ര പോലും മാറ്റം അങ്ങേക്ക് ഞാൻ അത്ഭുതപ്പെടുന്നു. അതുകൊണ്ട് അങ്ങ് ധാരാളം കീർത്തിക്കൂ, ധാരാളം സാധിക്കട്ടെ, മനുഷ്യന്മാരിൽ ഒരു ശ്രേഷ്ഠനാവട്ടെ അങ്ങ് എന്ന് ശ്രീ ശുഭബ്രഹ്മർഷി പറഞ്ഞു. അങ്ങനെ ശ്രീ ശുഭബ്രഹ്മർഷി അതിനുശേഷം ഓരോരോ ആഗ്രഹങ്ങൾക്കായി ഓരോരോ ദേവനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം പറഞ്ഞു, എല്ലാത്തിലും കേവലമായിട്ടുള്ള ഈ അകാമ സർവകാമേഭ്യം ഗുരുവായൂരപ്പൻ്റെ ഭക്തി നമുക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ലേശം ഒരു ഭക്തി ഉണ്ടെങ്കിൽ പിന്നെ എല്ലായിടത്തും മുക്കിലും മൂലയിലും നമുക്ക് കണ്ണൻ്റെ സാന്നിധ്യം കിട്ടുന്നതാണ്. നയനേ നരാണ ലിംഗാനി വിഷ്ണോത്മ നിരീക്ഷിതേന പാദൗ ദൃണാദൗ ധ്രുവജന്മഭാജൗ ക്ഷേത്രാണി നാനുവ്രജതോ ഹരയൗ ജീവൻ ശവോ ഭാഗവതംഗ്രേണും. ഈ കണ്ണുകളെ കൊണ്ട് ഭഗവാനെ കാണാൻ നമുക്ക് തോന്നുന്നില്ല വെച്ചു കഴിഞ്ഞാൽ, കാതുകളിലൂടെ ആ കീർത്തനങ്ങളെ വേണ്ടതുപോലെ ശൃണ്വന്തി ഗായന്തി
എൻ്റെ ചെവികളിൽ ധാരാളം കേട്ട് 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 കർണായുധമേഷമേ വരാം എന്നൊരു രാജാവ് പാടിയതുപോലെ ആയിരക്കണക്കിന് ചെവികളുടെ ബലം എനിക്ക് തരൂ ഗുരുവായൂരപ്പ, എത്ര ദൂരത്ത് നിന്ന് നാമം ജപിച്ചാലും ഇവിടെ കിട്ടണം എന്ന്. അത്രയും കപ്പാസിറ്റിയുള്ള ഒരു ചെവി ആയിക്കോട്ടെ ഇരിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാൻ തോന്നണം. അങ്ങനെ സാധിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് എത്തും. പണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ കാലുകൊണ്ട് കുറേ നടക്കണം എന്നേ ഉണ്ടാവുള്ളൂ. ഭഗവത് ഭക്തി ഉണ്ടെങ്കിൽ ആ ക്ഷേത്രം അന്വേഷിച്ച് നിങ്ങൾ സഞ്ചരിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ശ്രീ ശിവബ്രഹ്മർഷി പിന്നീട് ഏതൊരു ഭഗവാനെയാണോ സ്മരിക്കേണ്ടതായിട്ടുള്ളത്, ഏതൊരു ഭഗവാനാണോ അർച്ചനകൾക്കും വന്ദനങ്ങൾക്കും ഒക്കെ അർഹനായിട്ടുള്ളത്, ആ യഷ്കീർത്തനം യശ്രവണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിഘ്നോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. വളരെ പ്രധാനപ്പെട്ട അധ്യായമാണ് ശുഭസാരസ്വതം. 2ാമത്തെ സ്കന്ധം 4ാമത്തെ അധ്യായത്തിൽ 14 മുതലുള്ള പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ, പ്രത്യേകിച്ച് 11 മുതൽ തന്നെ പ്രധാന ശ്ലോകങ്ങളാണ്. ഏതൊരു ഭഗവാനെയാണോ പൂർണ്ണമായി അവിടെ എല്ലാത്തിനും നമ്മുടെ സകല കർമ്മങ്ങളും നിശ്ചയിക്കപ്പെട്ട് മനുഷ്യന്റെ ഉള്ളിൽ തോന്നിയേക്കാവുന്ന സകല വികാരങ്ങളെയും ആ ഭഗവത് അർപ്പണമാക്കിയിട്ട് ചെയ്യണം. അതിനൊക്കെ അർഹൻ ആരന്നെയാണ്? പറയൂ, ഈശ്വരനാണ് എന്ന് ഉറപ്പിക്കാനാണ് ഇവിടെ അത് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പിന്നീട് ആ ബ്രഹ്മദേവന്റെ സൃഷ്ടി പറയാണ്. ബ്രഹ്മദേവനും നാരദരും തമ്മിലുള്ള സംവാദത്തിന്റെ ഇടയിൽ പലതും ബ്രഹ്മദേവനോട് നാരദർ ചോദിച്ച് മനസ്സിലാക്കുന്ന 3 അധ്യായങ്ങളായിട്ട് അവിടെ കാണാൻ സാധിക്കും. ആ 3 അധ്യായങ്ങളാണ് ബ്രഹ്മദേവനിൽ നിന്നും നാരദരിലേക്ക് കിട്ടിയതായ ആ ഒരു ഭാഗവത ഉപദേശം. അങ്ങനെ 2ാമത്തെ സ്കന്ധത്തിന്റെ ഒടുക്കം 10ാമത്തെ അധ്യായത്തിൽ 9ാമത്തെ അധ്യായത്തിലൂടെ പറഞ്ഞു വെക്കും ചതുശ്ലോകി ഭാഗവതം. ബ്രഹ്മദേവൻ തൻ്റെ മകനായ മാനസപുത്രനായ നാരദരോട് പറഞ്ഞ് മനസ്സിലാക്കാണ്, എനിക്ക് ഭാഗവതം മനസ്സിലാക്കി തന്നിട്ടുള്ള ഈ 4 ശ്ലോകത്തിലാണ്. അതാണ് ഞാൻ അങ്ങേക്ക് 3 അധ്യായങ്ങളിലായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അതിഗംഭീരമായി ആ ഭാഗവതത്തിൻ്റെ പരമ്പരകളെ കൂടി അവിടെ സൂചിപ്പിക്കുക. അതിൻ്റെ ഇടയിൽ ബ്രഹ്മദേവൻ അങ്ങ് ആരെയാണ് ഭജിക്കുന്നത്, അങ്ങ് ആരെയാണ് സ്തുതിക്കുന്നത് എന്ന നാരദരുടെ ചോദ്യത്തിന് ആ തൻ്റെ സൃഷ്ടി മുതലുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ആ ഭഗവാന്റെ നാഭികമലത്തിൽ നിന്നും ഉണ്ടായ താമര വിരിഞ്ഞുണ്ടായ ആ ബ്രഹ്മദേവൻ എന്ന സങ്കല്പ സൃഷ്ടി അതാരന്നെയാണ്? സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മദേവം വേറൊന്നുമില്ല, ഭഗവാൻ തന്നെ ബ്രഹ്മദേവനായിട്ടങ്ങ് മാറി. അപ്പോൾ വേറൊരാളായി. ആ ബ്രഹ്മദേവനായപ്പോൾ ബ്രഹ്മദേവനായത് അത്രയും മനസ്സിലാക്കണം. അതിൻ്റെ അപ്പുറം അതിന് ചോദ്യം. പിന്നെ ഭഗവാനെ ഒക്കെ വേറെയായി, അത് ബ്രഹ്മദേവനായി. ഇങ്ങനെയാണ് ഭഗവാന്റെ സൃഷ്ടികൾ കാണാൻ സാധിക്കുക. അങ്ങനെ ആ ബ്രഹ്മദേവനിൽ നിന്നും തുടങ്ങുന്ന സൃഷ്ടികൾ അവിടെ പറയാൻ വേണ്ടി തുടങ്ങുന്നു. ബ്രഹ്മദേവൻ സൃഷ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് മാനസ സൃഷ്ടികൾ ധാരാളം ചെയ്തതായിട്ട് അവിടെ കാട്ടിത്തരും. പല ലോകങ്ങളൊക്കെ ഈ ബ്രഹ്മദേവൻ ബ്രഹ്മദേവനെ സൃഷ്ടിച്ച ശേഷം ബ്രഹ്മദേവനാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് ധാരാളം ലോകങ്ങൾ. ഇരുട്ട്, വെളിച്ചം, അറിവില്ലായ്മ, പല തരത്തിലുള്ള എല്ലാം ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളൊക്കെ ആര് സൃഷ്ടിച്ചതാണ്? ബ്രഹ്മദേവൻ. അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുക. അതിന് കാരണം ഈ ഭഗവത് അനുഗ്രഹമാണ്. ഈ തപസ് ചെയ്യാൻ അപ്പോഴും ഭഗവാനിക്ക് അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. എന്നെ നിരന്തരം ധ്യാനിച്ചോളൂ, അങ്ങയുടെ മനസ്സിൽ ഓരോ സങ്കല്പങ്ങൾ വന്നോളൂ, അങ്ങ് അതുപോലെ അതിനെ അങ്ങ് വർണ്ണിച്ചോളൂ പറഞ്ഞു, അതുപോലെ അങ്ങ് സൃഷ്ടിച്ചോളൂ, ഒന്നും അങ്ങയുടെ വക കയ്യിലിടണ്ട പറഞ്ഞു. അതാണ് പരമമായ സൃഷ്ടി. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത്. എപ്പോഴും ഭഗവത് അനുഗ്രഹത്തോട് ജീവിക്കണം. മനസ്സ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അനങ്ങുന്നുണ്ടെങ്കിൽ അത് ആരറിയണം? ഭഗവാൻ അറിയണം. അങ്ങനെ മാറ്റി ബ്രഹ്മദേവനെ പോലെ സമ്മതിക്കണം. വളരെ അനവധി പറയുന്നതാണ് ഇവിടെ സൃഷ്ടി എന്നുള്ള വിഷയം, കുറേ പറയുന്നതാണ് ഈ 2 സ്കന്ധങ്ങളിലായി. അങ്ങനെ ബ്രഹ്മദേവൻ ആ സൃഷ്ടികളെ ചെയ്തു. സരസ്വതിയെ സൃഷ്ടിച്ചു, സനകാദികളെ സൃഷ്ടിച്ചു. സനകൻ, സനന്ദൻ, സനകാദയൻ, സനത്കുമാരൻ മുതലായ 4 കുട്ടികളെ യോഗീശ്വരന്മാരായി സൃഷ്ടിച്ചു. പ്രായം വർദ്ധിക്കില്ല, ജ്ഞാനവയോധികന്മാര് എന്നൊക്കെ പറയും. അറിവ് കൊണ്ട് വേണ്ടതിലധികം പ്രായം ആയിട്ടുണ്ടെന്നാണ്. അത്രയധികം യോഗീശ്വരർക്ക് സമമായിട്ടുള്ളവർ എപ്പോഴും ഭഗവത് ചിന്തയിൽ മുഴുകി ഇങ്ങനെ സഞ്ചരിക്കുക. അവർക്ക് സൃഷ്ടിയിലൊന്നും ഒരു താല്പര്യമൊന്നുമില്ല.
ബ്രഹ്മദേവൻ തന്റെ സൃഷ്ടികളോടൊക്കെ പറയുന്നു, നിങ്ങളും സൃഷ്ടിക്കൂ, നിങ്ങളും സൃഷ്ടിക്കൂ. അവരൊക്കെ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ സനകാദികൾ ആദ്യം പറഞ്ഞു ഞങ്ങൾക്ക് പറ്റില്ല. ആ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴുണ്ടായ ദേഷ്യത്തിൽ ബ്രഹ്മദേവന്റെ നെറ്റിത്തടത്തിൽ നിന്നും ആ ദേഷ്യം പുറത്തു ചാടിയതാണ്. അതെന്തായിട്ട് മാറി? അത് സാക്ഷാൽ കുമാരോ നീലലോഹിത, അത് സാക്ഷാൽ മഹാദേവനായിട്ട് മാറിയതാണ്. കരഞ്ഞുകൊണ്ട് അവതരിച്ച മഹാദേവനെ കരയാതിരിക്കൂ, കരയുന്നവൻ എന്നൊക്കെ വിളിച്ച് രുദ്രൻ എന്നുള്ളൊരു പേര് കൊടുത്തു. സ്ഥാനം വേണം എനിക്ക്, പിന്നെന്ത് വേണം? പേരുകൾ വേണം എന്ന് പറഞ്ഞപ്പോൾ ഏകാദശ രുദ്രന്മാരും ഏകാദശ രുദ്രാണിമാരും ഉണ്ടായി. രുദ്രന്റെ സൃഷ്ടികൾ പിന്നെയും ഉണ്ടായി. അങ്ങനെ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ ധാരാളം വർദ്ധിക്കാൻ തുടങ്ങി. ബ്രഹ്മദേവനും തൻ്റെ മാനസപുത്രന്മാരും കൂടി പലതും 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 ഇവിടെ സൃഷ്ടിച്ചു. ആ മഹാദേവന്റെ സൃഷ്ടി ഒന്ന് ശ്രദ്ധിക്കാൻ പോയ ബ്രഹ്മദേവൻ ഞെട്ടിപ്പോയി. അതൊക്കെ അബദ്ധങ്ങളായിട്ടുള്ള സൃഷ്ടികളാണ്. കൈയും കാലും തലയൊക്കെ വേറെ വേറെ ആയിട്ടുള്ള സൃഷ്ടിയാണ്. അപ്പോൾ മനുഷ്യന്റെ ശരീരം കണ്ടാൽ വലിയ തിരക്കുകളില്ല അല്ലേ? അത്യാവശ്യം ശരിയല്ലേ? ഈ ചെവി ഇവിടെയുള്ളതിന് പകരം കൈയുടെ രണ്ടറ്റത്തായിരുന്നല്ലോ. ഇവിടെ ഇങ്ങനെ രണ്ട് ചെവി, രണ്ട് നുണ പറയാനും കേൾക്കാനൊക്കെ കുറച്ച് സൗകര്യം, കുറച്ചും കൂടെ സ്പേസ് കിട്ടും. ഈ അംഗങ്ങൾ ഏതെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് ഈ സുഖം കിട്ടും. മൂക്കൻ്റെ ലേശം മാറിയ പിന്നെ കണ്ണടി ഇവിടെ വെക്കുക നമ്മൾ. ഇങ്ങനെ എത്ര എത്ര പ്രശ്നങ്ങളാണ് നമുക്ക് ആലോചിച്ചു. ഇങ്ങനെ ഈ മനുഷ്യ ശരീരത്തിൻ്റെ ഇപ്പോഴുള്ള ഈ നിർമ്മിതി വളരെയധികം പെർഫെക്റ്റാണ്. ആ ബ്രഹ്മദേവന്റെ തപസ് കൊണ്ടായി ഇങ്ങനെ സാധിച്ചത്. മഹാദേവൻ ഇത് ചെയ്യുമ്പോൾ തപസ് വേറെ ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ സൃഷ്ടികളൊക്കെ അപകടമായിട്ട് മാറി. അങ്ങനെ മഹാദേവന്റെ സൃഷ്ടികളെ നിർത്തിച്ച് ബ്രഹ്മദേവൻ തന്നെ തൻ്റെ ശരീരത്തെ രണ്ടായി പകുത്ത് സ്വയംഭൂവമനു ശതരൂപ എന്നുള്ള രണ്ട് ശരീരങ്ങളായി, ഒരു സ്ത്രീയും ഒരു പുരുഷനും. അങ്ങനെ മൈഥുന രീതിയിലുള്ള സൃഷ്ടിയാണ് ഇനി പ്രപഞ്ചത്തിൽ ധാരാളം വേണ്ടത് എന്ന് നിയോഗം പോലെ അദ്ദേഹം സൃഷ്ടിക്കാൻ ഭൂമിയെ അന്വേഷിച്ചപ്പോഴാണ് വേറൊരു കഥ അവിടുന്ന് തുടങ്ങുന്നത്. ബ്രഹ്മദേവന്റെ തന്നെ മാനസപുത്രന്മാരായ കശ്യപ പ്രജാപതി തുടങ്ങിയതായിട്ടുള്ള ആൾക്കാർ. അങ്ങനെ അതിൽ ബ്രഹ്മദേവന്റെ തന്നെ സൃഷ്ടികളിൽ പെട്ടതായ ആകൂതി, ദേവഹൂതി, പ്രസൂതി തുടങ്ങതായിരുന്നു ഉത്താനപാദൻ, പ്രിയവ്രതൻ തുടങ്ങിയതായിട്ടുള്ള 5 മക്കളും. ഇതിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളെയാണ് ഈ കശ്യപ പ്രജാപതി വിവാഹം ചെയ്തിട്ടുള്ളത്. അതിലുണ്ടായിട്ടുള്ള ആൾക്കാരാണ് ദേവന്മാരും അസുരന്മാരും. അതിലുള്ള ഏറ്റവും പ്രധാനികൾ ദ്വാദശാദിത്യന്മാർ, ദേവന്മാർ. അതൊക്കെ അതിഥി ദേവിയുടെ മക്കളാണ്. ദിതി ദേവിയുടെ മക്കളൊക്കെ അസുരന്മാരായിട്ട് മാറി. ഇങ്ങനെയുള്ള 2 കൂട്ടം, ഇതും ഇതിൻ്റെ വെവടിൽ ഒരു കഥ വരും. ഇങ്ങനെ ഓരോ വിഭാഗങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ ഈ ദിതിദേവിയുടെ പുത്രന്മാരായ ഹിരണ്യകശിപുക്കളിൽ ഹിരണ്യാക്ഷൻ ഈ ഭൂമിയെ രസാതലത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഹിരണ്യാക്ഷനെ നിഗ്രഹിക്കാൻ വേണ്ടി ഭഗവാനെ പ്രാർത്ഥിച്ച, ഇതിനൊരു ഉപായം കണ്ടെത്തണം, എനിക്ക് സൃഷ്ടി ചെയ്യാൻ ഭൂമിയില്ല എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച ആ ബ്രഹ്മദേവന്റെ നാസാരന്ധ്രത്തിൽ നിന്നും മൂക്കിൽ നിന്നും ഒരു ചെറിയ മാംസപ്രശ്നം പോലെ ഇങ്ങനെ ചാടിയിത്രയും. അത് നിമിഷനേരം കൊണ്ട് അത്ഭുതമാവണ്ണം ആകാശമുട്ടെ വളർന്ന് വലിയൊരു വരാഹ രൂപത്തെ പ്രാപിച്ചു. നദിയിലേക്ക് ഇറങ്ങിയങ്ങ് പോകുമ്പോഴേക്ക് ഒന്ന് ദേഹം ശുദ്ധിയാക്കാനങ്ങ് ഇറങ്ങിത്രയും. ആ സമയത്ത് അതിൻ്റെ കുളമ്പിൻ്റെ പകുതിയുള്ളൂ നടുക്കടലിൽ വെള്ളം. അത്രയും ഭീമമായ ഒരു വരാഹം വെള്ളത്തിലൊന്ന് മുങ്ങി അതുകൊണ്ടൊന്ന് കുടഞ്ഞപ്പോൾ ആ ശരീരത്തിൽ നിന്ന് തെറിച്ച വെള്ളം 3 ലോകങ്ങളും പുണ്യാഹം പോലെ തെറിച്ചു എന്നൊക്കെ പറയും. അത്ര ഗംഭീരമായ ഒരു അവതാരമുണ്ടായി ഭഗവാന്റെ വരാഹമൂർത്തി. അങ്ങനെ ആ രസാതലത്തിലേക്ക് ഉളിയിട്ട് പോയി ആ ഭൂമിയെ തേറ്റയ്ക്ക് മുകളിൽ ഉയർത്തി. ആ ഭൂമിയെ ഉയർത്തിയ ധരത്തെ, ഭൂമിയെ ധർമ്മത്തെ ഉയർത്തിയതായ ഭഗവാൻ അതിഗംഭീരമായി യജ്ഞങ്ങൾ ഭൂമിയിൽ മാത്രമേ നടക്കാറുള്ളൂ. ഇവിടെ മാത്രമേ നടക്കുള്ളൂ, ഭൂമിയിൽ മാത്രമേ നടക്കുള്ളൂ. സ്വർഗത്തിൽ സപ്താഹ യജ്ഞവും പരിപാടിയൊന്നുമില്ല. അതൊക്കെ നമ്മുടെ കളിയാണ്. ഭൂമിയിൽ ഇതൊക്കെ നടക്കുള്ളൂ. യജ്ഞങ്ങൾ നടത്താൻ ഒരേ ഒരു സ്ഥലം ഭൂമി. അതുകൊണ്ട് തന്നെ യജ്ഞമൂർത്തിയായിട്ട് ഭൂമിയെ ഉദ്ധരിച്ച ഭഗവാൻ എന്തിനാണ് യജ്ഞങ്ങൾ നടത്തുന്ന ഭൂമി? യജ്ഞങ്ങൾ യജിച്ചുകൊണ്ടിരിക്കുക, ഭഗവാനെ എപ്പോഴും പ്രവർത്തിക്കുക. ഈ ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളും, പ്രത്യേകിച്ച് ഈ മനുഷ്യ സൃഷ്ടികളൊക്കെ ഭഗവാനെ യജിക്കുക. അങ്ങനെ ഒരു അത്ഭുതമായ ലോകമാണ് ഭഗവാന്റെ കാഴ്ചയിൽ.
അങ്ങനെയാണ് യജ്ഞസംസ്കാരം ഈ ഭൂമിയിൽ പ്രത്യേകത. അങ്ങനെ യജ്ഞവരാഹമൂർത്തിയായിട്ട് അവതരിച്ചു. അപ്പോൾ ചോദിച്ചു, ഈ വരാഹം തന്നെയാണോ ശരിക്കും ഈ ഹിരണ്യാക്ഷ വധത്തിലൊക്കെ പറയുന്ന വരാഹം എന്ന് ചോദിച്ചു. പറയും ഈ വരാഹമൂർത്തി തന്നെയാണ് ഹിരണ്യാക്ഷനെ കൊന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു അത് വീണ്ടും വരാഹമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആ ഹിരണ്യാക്ഷൻ്റെ കഥ പറയാം. ഈ സനകാദികൾ സൃഷ്ടിക്ക് മടിച്ച് അവർ ഇവിടത്തേക്കാണ് പോയിരുന്നത്. സ്വർഗലോകത്തിലേക്കല്ല, വൈകുണ്ഠ ലോകം കാണാനാണ് പോയിട്ടുള്ളത്. അവിടെ യോഗീശ്വരന്മാർ വൈമാനികാസാലലാനി ചരിതാനി എത്ര ഗായന്തി ലോകശമലക്ഷണാനി വിഷ്ണോഹോ, എപ്പോഴും ഈ മംഗളം പാടിക്കൊണ്ട് ഭഗവാന് മംഗളം അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അത്ഭുതമാകുന്ന അരയന്നത്തിൻ്റെ മുകളിൽ പറക്കുന്ന യോഗീശ്വരന്മാരെ എവിടെയൊക്കെ കാണാം. അവരൊക്കെ പല 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 ജീവിതങ്ങളിൽ നിന്നും ആർജിച്ചെടുത്ത ആ ഒരു ഭഗവത് സ്വരൂപാവസ്ഥ പ്രാപിച്ചു. അവർക്ക് വൈകുണ്ഠത്തിൽ എല്ലായിട്ടും പ്രവേശനം. ആ വൈകുണ്ഠ കവാടത്തിൽ ഇതൊക്കെ പറഞ്ഞു കേട്ടത് കൊണ്ട് വലിയ ഒരു ആ ഭിത്തിയിൽ തന്നെ കാണും, എൻട്രൻസിൽ തന്നെ വലിയ ഒരു ചുമരിൽ ഒരു ഭാഗം മുഴുവനും രുക്മിണിയുടെയും കൃഷ്ണൻ്റെയും വലിയൊരു ഫോട്ടോ. അത് കാണാൻ തന്നെ എത്രയോ ആൾക്കാർ ജന്മങ്ങൾ തപസ്സിരിക്കണം. വൈകുണ്ഠം നിസാരമല്ല, ഭഗവാൻ അവിടുത്തേക്ക് പ്രത്യേകം ഉണ്ടാക്കിയതാണ്. അവിടുത്തെ കിളികൾ പോലും അത്ഭുതപ്പെട്ടുള്ളതാണ്. അതുപോലെ യോഗീശ്വരന്മാരാണ്, സാധാരണ ഒന്നുമില്ല അവിടെ. അങ്ങനെ 7 കവാടങ്ങൾക്കുള്ളിലാണ് വൈകുണ്ഠനാഥൻ കിടക്കുന്നത്. എന്നാലേ കൊട്ടാരം തുടങ്ങുള്ളൂ. 7 സ്വർണ്ണ മാളികകൾ കടന്നു പോകണം. അതിൻ്റെ ഉള്ളിലൊക്കെ എത്രയോ സ്ഥലങ്ങളാണ്. അവിടെ നിന്ന് ഓരോരുത്തർക്ക് ഇതിനകത്തേക്ക് പ്രവേശനമുണ്ട്. ഇത് കേട്ട ഈ സനകാദി യോഗേശ്വരന്മാർ വൈകുണ്ഠലോകം കാണാൻ വേണ്ടി അവിടെ എത്തുമ്പോഴേ ദ്വാരപാലന്മാർ കടത്തി വിട്ടില്ല. ഈ സമയത്ത് ഭഗവാനെ ദർശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്രേ. ആ കുട്ടികളുടെ മനസ്സിൽ ആ നിഷ്കളങ്കമായ ഭക്തി ഭഗവാനെ വേണം എന്നുള്ള ആ ഭാവം, പ്രത്യേകിച്ച് യോഗീശ്വരന്മാർ എന്തോ അവിടെ എത്തുമ്പോഴും നേരത്തെ ഈ പരീക്ഷത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ സംഗതിക്ക് ഒരു മാറ്റം വേണ്ടേ വെച്ചിട്ട് ആ കാമാനുജേന സഹസ മുഖപ്ലുതാക്ഷ, പെട്ടെന്ന് അവിടെ നിന്നും ആ ഒരു കാമാനുജൻ, അതായത് ആ ഒരു ദേഷ്യം ആ കുട്ടികൾക്ക് വന്നു എന്നാണ്. സ്വതവേ ദേഷ്യഭാവം വരാത്തതൊക്കെ ത്യജിക്കാൻ സാധിച്ച നിർവൈരാഹ ആ സനത്കുമാരന്മാർ പോലും അവിടെ വെച്ചിട്ട് ക്ഷുഭിതരായി. ഭഗവാന്റെ മുന്നിലെത്തിയിട്ടും ഇവിടുത്തെ ദ്വാരപാലന്മാരായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അഹങ്കാരം ദേഹാഭിമാനാണെങ്കിൽ നിങ്ങൾ ഇനിയും ആസുരീക ഭാവം വിട്ടുപോകാത്തവരാണ്. അതുകൊണ്ട് അസുരയോനിയിൽ പോയി പിറക്കാനായിട്ട് വരട്ടെ. ഇങ്ങനെയാ ശാപം. എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്? ക്ലിയർ ആയിട്ടില്ല പറഞ്ഞു. ലേശം കൂടി ഒന്നും കൂടി എഴുതിക്കോ. 2 വിഷയം പോയിട്ടുണ്ട്, 2 സബ്ജക്റ്റ് ഫെയിലാണ്. ഒന്നും കൂടി കൊടുത്തുള്ളൂ. മാർക്ക് ഒന്നും കൂടി കൂട്ടുമ്പോൾ ഇത് ശരിയല്ല ഓർഡർ, അതുപോലെ വീണ്ടും വിട്ടു താഴുക. ഇത് കേട്ട് ഭഗവാൻ അവിടത്തേക്ക് എത്തി. ആ സനകാദികളെ കണ്ടത് നമസ്കരിച്ചു. വാക്യം, അയ്യോ അങ്ങേപോലുള്ള സജ്ജനങ്ങൾ വരുമ്പോൾ ഒന്നും അറിയാതെ ഉള്ളിൽ ഇരിക്കാൻ പാടുണ്ടോ? ഞാൻ കഷ്ടമായല്ലോ. യോഗീശ്വരന്മാരെ നോക്കി നമസ്കരിച്ചപ്പോൾ ഈ സനകാദികൾ 2 ഭാഗത്തും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ കൊടുത്തത്. ഇവർക്ക് കൊടുക്കേണ്ടത് നേരത്തെ കൊടുത്തല്ലോ. ഭഗവാൻ അറിയുമ്പോഴേക്ക് തന്നെ ഭക്തന്മാരെ കൊണ്ട് കൊടുപ്പിക്കും. അങ്ങനെയാണ് ഭഗവാന്റെ ഭക്തന്മാരോട് ഭഗവാൻ കാട്ടുക. ഇത് 2ഉം ഭക്തന്മാരാണ്. അങ്ങനെ ആ സനകാദികൾക്ക് ആ ജയവിജയന്മാരെന്ന പാർഷദന്മാർക്ക് ശാപമോക്ഷം കൊടുക്കാൻ 3 ജന്മങ്ങളിലായിട്ട് രാവണ കുംഭകർണന്മാരായിട്ടും ശിശുപാല ദന്തപത്രരായിട്ടും പിന്നീട് ഹിരണ്യകശിപുവായിട്ടും 3 അസുരനും മനുഷ്യനും രാക്ഷസനുമായിട്ടുള്ള ജന്മം കൊണ്ട് നിങ്ങളുടെ ഈ മറ്റുള്ള വാസനകളൊക്കെ കർമ്മവാസനകൾ തീരട്ടെ, ആസുരീക ഭാവം പോകട്ടെ, ക്രൗരഭാവം മാറട്ടെ എന്നൊക്കെ ഉറപ്പിച്ച് അവിടുന്ന് 4 ജന്മങ്ങൾ 4 അവതാരം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ സ്വീകരിക്കുമെന്ന് ഹിരണ്യകശിപുക്കളാക്കാൻ അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ജയവിജയന്മാരെ അനുഗ്രഹിച്ച് സനകാദികളെ സ്വീകരിച്ചു ഭഗവാൻ. പിന്നീട് ആ ജയവിജയന്മാരായി പിറക്കാൻ ഈ ജയവിജയന്മാർ ഈ ഹിരണ്യകശിപുക്കളായി പിറക്കാൻ ദിതീദേവിയുടെ ഗർഭത്തിലേക്ക് സന്ധ്യാനേരത്ത്, അതും ഒരു ഭഗവത് ഇച്ഛയാണ്, സന്ധ്യാനേരത്ത് കശിപ പ്രജാപതി ആശ്രമത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ദിതീദേവിക്ക് മൈഥുനം ചെയ്യണം എന്ന് തോന്നിയത്രയും. ആ ഭർത്താവിനോട് ഒരു സല്ലാപം നടത്തണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റൊന്നല്ല.
കശ്യപൻ പറഞ്ഞു, ഈ ഒരു സന്ധ്യാനേരം ഏഷഘോരതമാവേല ലോകചമ്പത്കരീ പ്രഭോ ഘോരാണാം ഘോരദർശന. ഈ സന്ധ്യാസമയം എന്നുള്ളത് യാമങ്ങളിൽ വെച്ച് ഏറ്റവും അപകടം. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ചരന്തി ഭൂതാനി ഭൂതേശാനുചരാണി, ഭഗവാനും ഭഗവാന്റെ പരിവാരങ്ങളും ആരാണത്? ശ്മശാന ചക്രാനിലധൂളി ധൂമ്ര വിദൂത. ആ ഭഗവാൻ ശ്മശാനത്തിൽ നിന്ന് അങ്ങനെ തന്നെ ആ ശ്മശാന ഭസ്മം ഇങ്ങനെ ശരീരത്തിലുണ്ടാവും. അതങ്ങനെ കൊടഞ്ഞിട്ട് അവിടെ നിന്ന് ശൂലവും പിടിച്ചിട്ട് നടക്കും സന്ധ്യാനേരത്ത്. ഭസ്മാവകുണ്ടാമലരുക്മദേഹോ ദേവസ്ത്രിഭി പശ്യതി ദേവരസ്തേ. എല്ലാ ലോകങ്ങളിലേക്കും നോക്കിയിട്ട് സന്ധ്യാസമയത്ത് ഈ കിങ്കരന്മാരെയും കൂട്ടിയിട്ട് ഒരു നടത്തുണ്ട് വൈകുന്നേരം സന്ധ്യാനേരത്താണ്. എല്ലാവരെയും ഒന്ന് അനുഗ്രഹിച്ച് വന്നേക്കാമെന്ന് മഹാദേവന് തോന്നൂത്രേ. അതുകൊണ്ട് തന്നെ മഹാദേവന്റെ ആ ഒരു യാത്രയ്ക്ക് ഇടയിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചിരിക്കുക, നല്ലതുപോലെ സന്ധ്യാനേരത്തെ ഭഗവത് സ്മരണ കൊണ്ട് നമുക്ക് നീക്കാൻ സാധിക്കണം. ഇതൊക്കെ എത്രയോ വർഷം മുന്നിൽ ഈ ഭാഗവതം പറയുമ്പോഴേ, ഇന്നിപ്പോ കുങ്കുമപ്പൂവാണോ വേറെ വല്ല പൂവാണോ നോക്കണ്ട അറിയില്ല. സന്ധ്യക്ക് സീരിയലില്ലാണ്ട് ഇപ്പോൾ വിളക്കും കത്തില്ല, ഒന്നും കത്തില്ല, അടുപ്പന്നെ കത്തില്ല. ഈ സന്ധ്യാനേരം ഇതൊക്കെ വർജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ചില ഇച്ഛകൾ, ചില സംഭവങ്ങൾ ഇവിടെ ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമേ സംഭവിക്കുള്ളൂ. അത് നല്ലതാവട്ടെ മോശമാവട്ടെ. ഇപ്പൊ ചില പലതരത്തിലുള്ള ശാപങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ നോക്കുമ്പോഴും ആ ശാപത്തിനേക്കാൾ എത്രയോ നല്ലതാണ് അതിനെ തുടർന്നുണ്ടായ ഒരു അത്ഭുതം എന്നാണ്. അതും ഭാഗവതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഈ സന്ധ്യാനേരത്തുണ്ടായ മൈഥുനത്തിൽ നിന്നും ഉണ്ടായ സൃഷ്ടികളാണ് ഈ ഹിരണ്യാക്ഷ ഹിരണ്യകശിപുക്കൾ. ആ ആസുരീക ഭാവം സന്ധ്യാസമയത്ത് ആയതുകൊണ്ട് പൂർണ്ണമായി ആ കശ്യപ പ്രജാപതിക്ക് അനുഗ്രഹിക്കാതിരിക്കാനും പറ്റിയില്ല. മഹാദേവനോട് പ്രാർത്ഥിച്ചു, നിനക്കുണ്ടാവുന്ന കുട്ടികൾ ഘോരന്മാരായി മാറും എന്ന് പറഞ്ഞു കൊടുത്തു അത്രേ. ഘോരന്മാരായാലും സാരമില്ല, കുട്ടികളില്ലാതെ എനിക്ക് കുട്ടികളല്ലേ വേണ്ട എന്ന് ദിതിദേവി. അങ്ങനെ ആ അസുരന്മാരായിട്ടുള്ളവരാണ് 150-ലധികം വർഷം ഗർഭം ധരിച്ച് ആ ഗർഭത്തിൻ്റെ ചൂട് ഈ ലോകത്ത് പ്രവേശിക്കാൻ ഇങ്ങനെ തുടങ്ങിയതാണ്. ദേവാദികൾക്ക് പോലും ഭയം വന്നു. അങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഇവരുടെ പ്രസവവും കഴിഞ്ഞു. ഗംഭീരമായി ഘടാഘടിയന്മാരായി ആയുധങ്ങളെ എന്തി തന്നെ ഗർഭത്തിൽ ജനിച്ച ഉടനെ തന്നെ ഈ ലോകത്തെ കിടുകിട ഉറപ്പിച്ച്, ലോകപാലന്മാരെ കിടുകിട ഉറപ്പിച്ച് തൻ്റെ വരുതിക്കുള്ളിൽ വരുത്തിയവർ ഏട്ടനനിയന്മാർ. അങ്ങനെ വരുണലോകത്ത് പോയി ജലത്തിൽ ആഞ്ഞടിച്ച് വരുണനെ ആക്രമിക്കുമ്പോൾ വരുണൻ പറഞ്ഞു, എനിക്ക് പറ്റിയ ആള് ഹേ ഹിരണ്യാക്ഷ, ഞാനല്ല. ആരാണ്? മഹാവിഷ്ണു. അങ്ങനെ മഹാവിഷ്ണുവിനെ അന്വേഷിച്ച് എല്ലായിടത്തും പോയി. ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ ഒരു ദിവസം മഹാവിഷ്ണു ഇതാ ആ വനഗോചരോ മൃഗാഹ, ഒരു പന്നിയുടെ രൂപത്തിൽ ആ ഹിരണ്യാക്ഷന്റെ മുന്നിലേക്ക് അങ്ങ് ചാടി വീണൂത്രേ. അത് കണ്ട ഉടനെ ഹിരണ്യാക്ഷൻ ഒന്ന് പരിഹസിക്കാം. എന്നെ പോലുള്ള ഒരു ശ്രേഷ്ഠനായ യോദ്ധാവിനെ നേരിടാൻ ഒരു കാട്ടുപന്നിയാണോ നീയാണോ മഹാവിഷ്ണു എന്ന് ചോദിച്ചു അത്രേ. അപ്പോൾ പറഞ്ഞു, നാട്ടുസിംഹമായ എന്നെ പോലെയുള്ള പട്ടികളെ നേരിടാൻ എന്നെ പോലെ കാട്ടുന്നു വന്നിട്ടുള്ളൊരു പന്നിയായാലും മതിയോ. അവിടെ നിന്നും ആ തൻ്റെ ഭൃത്യനായ ജയവിജയന്മാരിൽ ഒരാളായിട്ടുള്ള അവനെയും കൊണ്ട് ഗംഭീര യുദ്ധം, ഗദായുദ്ധം കഴിഞ്ഞു, മല്ലയുദ്ധം കഴിഞ്ഞു. സന്ധ്യയോടായിട്ടും ഭഗവാനും വിട്ടുകൊടുത്തില്ല. വരാഹമൂർത്തിയും ഹിരണ്യാക്ഷന്റെയും ഗംഭീര യുദ്ധം സന്ധ്യയോടുകൂടി ആസുരിക ഭാവം വർദ്ധിക്കാൻ വേണ്ടി തുടങ്ങി. ഇവരുണ്ടായപ്പോഴാണ് സന്ധ്യക്കാണ് അസുരന്മാരുടെ ഗുണം ഇവന് കൂടി, അത് ശക്തി എന്ന് വർദ്ധിച്ചു. അതുവരെ കിട്ടി അടിയുന്ന അവനൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഫ്രഷായിട്ട് കൊടുക്കാൻ തുടങ്ങി ഭഗവാൻ. ആ സമയത്ത് ബ്രഹ്മാദികൾ പ്രാർത്ഥിച്ചു, ആകാശത്തു നിന്ന് ഉറക്കെ നാമം ജപിച്ചു. ആ സമയത്ത് ഇതാ ഭഗവാൻ കരേണ കർണമൂലേഹൻ യഥാദ്വാഷ്ട്രം മരുൽപതി. ആ കർണപുടം, ചെവിക്കുറ്റി എന്നൊക്കെയാണ് അതിന് പച്ച മലയാളത്തിൽ പറയാം. അവിടെ നോക്കിയിട്ട് ഒരൊറ്റ അടിയെ കൊടുത്തുള്ളൂ. അത് കൊടുത്തപ്പോഴാ വീഴ്ച അത്ഭുതമായിരുന്നു. ഠിം എന്നും പറഞ്ഞിട്ട് ഈ ഹിരണ്യാക്ഷം മലർന്നടിച്ചു വീണു. ഓഫ്, തീർന്നു. ബോധം പോയതൊന്നല്ല.
ബോധവും ശ്വാസവും ഒക്കെ പോയിട്ടുണ്ട് ഒറ്റയടിക്ക്. ദേവാദികൾ വന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. ദേവദുന്ദുഭി മുഴക്കി ഗന്ധർവന്മാരും കിന്നരികളും അപ്സരസുകളും ഒക്കെ നൃത്തം ചെയ്തു. വരാഹമൂർത്തി കീ ജയ് എന്നിങ്ങനെ ഗംഭീരമായി. അതിനുശേഷം ആ യജ്ഞവരാഹമൂർത്തി എല്ലാവരെയും അനുഗ്രഹിച്ചു. ഹിരണ്യാക്ഷ മോക്ഷം അവിടെ കഴിഞ്ഞു. ഹിരണ്യാക്ഷ മോക്ഷം എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സാധിക്കില്ല എന്ന് നിരീക്ഷിച്ച പല പല വിഷയങ്ങളാണ് ഹിരണ്യാക്ഷ കഥയുടെ പ്രത്യേകത. ഭൂമി പോയി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ ചെയ്തത് നേരെയാവാത്ത കുഴപ്പമാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ഇവിടെ ഭൂമിയില്ലാത്ത കാലത്ത് പോലും അതിനൊരു പരിഹാരം കണ്ടെത്താൻ ഈ വരാഹമൂർത്തിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൽപ്പനകളാണ് പലതും പലതും മാറേണ്ടത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സൃഷ്ടി എന്നുള്ള വിഷയത്തിലടക്കം ഈ വരാഹ അവതാരം വളരെയധികം ഊന്നൽ നടന്ന മനസ്സുകൊണ്ട് സദാ ഭഗവത് വിചാരമുള്ള ഒരുത്തന് ജീവിതത്തിൽ ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. ബ്രഹ്മദേവനെ കണ്ട് നിങ്ങൾ പഠിച്ചു, ഒന്നിലും ഒരു വിഷമില്ല. നിരന്തരം ഏതൻ മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം പദമായുരാശിഷം പ്രാണേന്ദ്രിയാണാം യുതിശൗര്യവർദ്ധനം നാരായണം ദേഹതി അംഗഷണ്വതാം. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും ബലം വരുന്നതാണ്, ധീരത വർദ്ധിക്കുന്നതാണ്. നല്ലതുപോലെ ധീരന്മാരായി പ്രാണേന്ദ്രിയാണാം ശൗര്യവർദ്ധനം. എന്താ ഈ പ്രാണനും ഇന്ദ്രിയങ്ങൾക്കും ശക്തി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? വരാഹാവതാരം കേട്ട് കഴിഞ്ഞാൽ ശക്തി കൂടുന്നതാണോ അതിൻ്റെ അർത്ഥം? അല്ല. നമ്മൾ ഈ മനസ്സ് തളർന്നിട്ട് നിമിഷ നേരം കൊണ്ട് ഇന്ദ്രിയങ്ങളെ എവിടെയോ വഴിയിൽ വെച്ചിട്ടിട്ട് ഉപേക്ഷിക്കാൻ മടിയില്ലാത്തവരാണ്. ഒരു നിമിഷം മതി നമുക്ക് മനസ്സ് തളർന്ന ശരീരം തളർത്താൻ, ഇല്ലേ? കോടികൾ കണ്ടു വളർന്നവരും സമ്പത്തിൻ്റെ മുകളിൽ കിടന്നവരും രാജകീയ പദവിയുള്ളവരും ഒക്കെ മനസ്സ് തളരുമ്പോൾ പിന്നെ രണ്ടാമത് ആലോചിക്കാൻ ശരീരം എത്ര ചെറുപ്പമായാലൊന്നും കാത്തു കൂട്ടുന്നില്ല. ഇത് തന്നെയാണ് ഇവിടെ പ്രാണേന്ദ്രിയാണാം യുതി ശൗര്യവർദ്ധനം. ഇന്ദ്രിയങ്ങളെ നിലയ്ക്ക് നിർത്താൻ നമുക്ക് സാധിക്കും. അനാവശ്യമായ ചിന്തകളിലേക്കുള്ള വ്യവഹാരം നമ്മുടെ മനസ്സിനെ നമുക്ക് നിർത്താൻ സാധിക്കും. ഭാഗവതം ഈ കഥ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിട്ടാണ് പറയാം. ഇന്ന് ഈ മനസ്സിൻ്റെ ഒരു ബലം കുറഞ്ഞിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മളെ പോലെ പ്രായമുള്ളവർക്ക് പിന്നെയും ഒരു ബലമൊക്കെ ഉണ്ട്, പിന്നെ നോക്കാം, നമുക്ക് തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്നാണ്. ചെറിയ കുട്ടികൾക്ക് ഒരു മാർക്കിൻ്റെ മുകളിൽ നശിച്ചു പോകുമ്പോൾ എത്രയോ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അറിവുള്ള കുട്ടികളൊക്കെ 7 മാർക്ക് കുറഞ്ഞപ്പോൾ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ഭാഗവതം പറയണു, നമ്മൾ മറ്റൊക്കെ ഇവർക്ക് സമ്പാദിച്ചു കൊടുത്തപ്പോൾ മനസ്സിനെ എവിടെ കൊണ്ടുപോയി ഉറപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോയി. പല നാട്ടിലും പോയി സമ്പാദിക്കണം എന്നല്ലാതെ മനസ്സ് തളരാതിരിക്കണം, അതിനൊരാളെ കൊണ്ട് സാധിക്കില്ല. നീ കണ്ടുപിടിച്ചവനായാലും ഞാൻ കണ്ടുപിടിച്ചവനായാലും അത് സാധിക്കില്ല എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവണമായിരുന്നു. അതൊരു സ്കൂളിലും കൊടുക്കാൻ തുടങ്ങിയിട്ടില്ല. മറ്റു പല ഭാഷകളും നമുക്ക് ഇവിടുന്ന് ലളിതമായി പഠിക്കാൻ പറ്റുന്നില്ല. ഇപ്പം ചെറുക്കൽ തന്നെ വരുമ്പോൾ കണ്ടു ഫ്രഞ്ച് ഭാഷ ആ താഴോട്ട് ഇറങ്ങുന്നിടത്തുണ്ട്, അവിടെ ഒരു ബോർഡുണ്ട്, ഫ്രഞ്ച് ഭാഷ വേണമെങ്കിൽ പഠിക്കും. ജപ്പാൻ ഭാഷ പുതിയത് അവിടെയുണ്ട്, ആ പാലത്തിൻ്റെ അപ്പുറത്ത്, അതും പഠിപ്പിക്കും. നമ്പർ 2 വിളിച്ചു ചോദിച്ചാൽ അവർ പറയും എവിടെയാണ് ക്ലാസ്. പല നാട്ടിലും ഇനിയാണ് മധുരയ്ക്കടുത്ത് തമിഴ്നാട്ടിൽ പോയി വേറൊരാവശ്യം. കഴിഞ്ഞ മിനിയാന്ന് ഇങ്ങോട്ട് വരുന്നേക്കന്ന് കർണാടകത്തിൽ നിന്നാണ് വന്നേ പോയിട്ട്. ഇവിടെ നിന്ന് നമ്മൾ ഇത്രയും യാത്ര ചെയ്തിട്ട് ധാർമ്മിക ബോധം പഠിപ്പിക്കുന്ന സ്ഥലം ഒന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് എവിടെയും കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ധാർമ്മിക ബോധം, ഇതാണ് ഈ ഭയം നമുക്ക് വരുന്നത്. എന്ത് ഞാൻ ചെയ്യണം, എന്താണ് എൻ്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. അത് ചിന്തിക്കാൻ പോലും ധൈര്യമില്ല ഇന്നത്തെ കുട്ടികൾക്ക്, ശ്രദ്ധിക്കുന്നില്ല. അധ്യാപക ദമ്പതിമാരുടെ കുട്ടികളാണ് 2 വർഷം മുന്നേ നമ്മുടെ അടുത്തല്ലേ, കാഞ്ഞങ്ങാടല്ലേ, എല്ലാവരും അറിഞ്ഞിട്ടില്ലേ? 7ാം ക്ലാസ് പഠിക്കുന്ന 2 കുട്ടികളാണ്. അച്ഛനമ്മമാർ അധ്യാപകരാണ്. 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് തൂങ്ങി മരിച്ചത്. എങ്ങനെ മരിക്കണം എന്നുള്ളതേ അറിയുള്ളൂ. ജനലിൻ്റെ കമ്പിക്ക് കുടുങ്ങിയായാലും മരിക്കണം എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. 7ാം ക്ലാസ്സാണ്. പരീക്ഷയായിട്ട് TV കാണണ്ടെന്നേ പറഞ്ഞുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം പറഞ്ഞുകൂടോ പറയാൻ പാടില്ലയോ എന്ന് ഇപ്പോഴും ആ അച്ഛനമ്മമാർക്ക് മനസ്സിലായിട്ടില്ല.
അത് വേറെ കുടുംബത്തിൽ ചോദിക്കുമ്പോൾ അതുകൂടി ഇതന്നെ അവസ്ഥ. ഇപ്പോൾ മനസ്സിലായില്ലേ? മൊബൈൽ എടുക്കണ്ട പറഞ്ഞാൽ പോകാൻ ഇറങ്ങി നിൽക്കുക രാത്രി. ഇതെങ്ങനെ ഇത്രയും പ്രബുദ്ധരായ നമ്മുടെ സമൂഹത്തിൽ സാധിക്കണം? നമ്മൾക്ക് ഇനിയും അഭിനയിച്ചിട്ട് മതിയായില്ല. അതാണ് ഇന്നും നമ്മൾ അഭിനയിക്കാൻ തയ്യാറാണ്. അടുത്തുള്ളവരും ചുറ്റുപാടും ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ദുഃഖങ്ങളെ ഒന്ന് തുറക്കാൻ തുടങ്ങിയത്. മറ്റാരുടെ അടുത്തും കാണിക്കാതെ നമുക്കിതൊക്കെ സഹിച്ച് എൻ്റെ കാലം കഴിഞ്ഞാൽ മതി. ഇതാണിപ്പോൾ ഈ ദുഃഖം കൊണ്ട് ദുഃഖൌഷധം കിമപി ദുഃഖമതധ്യാകം. ദുഃഖം കുടിച്ചു 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 ദുഃഖമില്ലാതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ദുഃഖം ഇല്ലാണ്ടിപ്പോ ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. എന്നാലല്ലേ ഇപ്പൊ അത് ശീലില്ലാണ്ടായി. അങ്ങനെ ഈ ദുഃഖത്തിന്റെ പാത്രങ്ങളായി മാറാനല്ല മനുഷ്യ ജീവിതം. നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമി സൃഷ്ടി ചെയ്യുന്ന ഉടയവനായ ബ്രഹ്മദേവൻ പോലും പകച്ചു നിന്നപ്പോൾ ആ ഭഗവാൻ പിറകിലുണ്ട് എന്നുള്ള ഒരൊറ്റ തോന്നലാണ്, ഉറപ്പാണ് ഈ കഥ അതിനുശേഷം നടന്നത്. അങ്ങനെയല്ലേ നിങ്ങൾക്ക് തോന്നി? ബ്രഹ്മദേവനെ ഉറപ്പുണ്ടായിരുന്നു. കടലായി അപ്പൻ എന്നുള്ളത്, എൻ്റെ ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് വെറുതെ എല്ലാവരും പോകുമ്പോൾ പോയി തൊഴുന്നതല്ല ഞാൻ. എനിക്ക് എൻ്റെ കണ്ണനെ അറിയാം. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അടുത്തതിൽ എനിക്ക് നേടിത്തരാൻ ആർക്ക് സാധിക്കും? പറയൂ. എൻ്റെ ഗുരുവായൂരപ്പന് സാധിക്കും. പാണ്ഡവന്മാർ എത്രയോ പ്രാവശ്യം നശിച്ചു പോയി എടുത്തുനിന്ന് കൂട്ടിക്കൊണ്ടെന്ന് എൻ്റെ കണ്ണൻ 2 മാർക്ക് കുറഞ്ഞതൊന്നും എന്നെ തളർത്തില്ല എന്ന് ചിന്തിക്കാൻ സാധിക്കണമെങ്കിൽ ഒരിക്കലെങ്കിലും ഈ അവനവൻ്റെ ധർമ്മം എന്ത്, ധർമ്മമൂർത്തി എന്ത്, ധർമ്മ ആചരണം എന്ത് ഞാൻ കേട്ടിരിക്കണം. എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? പലയിടത്തും ഇപ്പോൾ ചോദിക്കാറുണ്ട്, ഒരു 9ാം ക്ലാസ് കഴിഞ്ഞ് ഒരു 4 കുട്ടികളെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. 9ാം ക്ലാസ്സേ കഴിയുള്ളൂ. ഇതിപ്പോൾ ആണായാലും ശരി പെണ്ണായാലും ശരി. ഇന്നാൾ കോഴിക്കോട് ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ ആ ചേച്ചിയോട് വെറുതെ ചോദിച്ചു, എന്താ കുട്ടികളെ കൂട്ടിയില്ലല്ലോ. ഇവരും വന്നില്ല 2 ദിവസം രാവിലെ. ഇപ്പോൾ പറഞ്ഞു അവനെ വരണമെന്ന് ഞാൻ വീട്ടിൽ പോയി നിർബന്ധിച്ചപ്പോൾ രാവിലെ അവൻ വാതിൽ തുറക്കാൻ വിട്ടില്ല, എന്നെയും കൂടി കൂട്ടിയിട്ടു. അതും ചെറിയ കുട്ടികളാണ്. ഭാഗവതം പറയണു ഇതിനും നല്ല കൂടെ സൃഷ്ടി. ഇതിനൊന്നായിരുന്നില്ല ഈ ഭാഗവതത്തിൽ ദാമ്പത്യ ജീവിതത്തെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമ്മൾ കല്യാണം കഴിച്ചതൊന്നല്ല ചരിത്രം, അതൊന്നല്ല ദാമ്പത്യം. ഇവിടെ കൃത്യമായി കാട്ടിത്തരുന്നുണ്ട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ മറ്റുള്ള ഒന്നിനെ ചേർത്ത് ജീവിക്കണം, എങ്ങനെ കുടുംബജീവിതം സാധിക്കണം, എങ്ങനെ ഈശ്വരനെ ഇവിടെയൊന്നും വിടാതെ കൊണ്ടു നടക്കാൻ സാധിക്കണം. ഇതൊക്കെ പഠിക്കേണ്ടതാണ്. ശ്രദ്ധിക്കുന്നില്ലേ? എഴുതി പഠിക്കലോ ഇമ്പോസിഷൻ എഴുതി പഠിക്കലോ എന്നല്ല, നിങ്ങൾ ശ്രദ്ധിച്ച ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിക്കും. കാരണം എന്തേ? ഇതൊക്കെ ചിന്തകളാണ് മാറ്റം വരുത്തേണ്ടത്. ഭാഗവതം അങ്ങനെയാണ്. ഇത് എത്ര കണ്ട് മാറുന്നു നിങ്ങളുടെ ചിന്തകളൊക്കെ, ആ വർണ്ണിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മാറാൻ തുടങ്ങും. തിരിച്ചറിവ് കൂടുന്തോറുമാണ് ആ ബോധതലം മുഴുവനും ഭഗവാനാവണം. ഇപ്പൊ പല വ്യവഹാരങ്ങളും പല 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 ദേഹസംബന്ധിയായിട്ടുള്ള ദേഹാഭത്യ കളത്രാണി ആത്മസൈനേഷു സ്വത്സു അപി. രാവിലെ എഴുന്നേറ്റ ഉറങ്ങുന്നവരെ അവനവൻ്റെ വീടും കുടുംബവും നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ലിസ്റ്റിലേക്ക്. ലേശം എന്തെങ്കിലും അഡീഷണൽ ഉണ്ടെങ്കിൽ അതിന് വീണ്ടും പിറ്റേ ദിവസത്തേക്ക് ക്ഷീണവും കൂടി അധികം ഉണ്ടാവുന്നു. അതുപോലെ നമ്മൾ ജീവിതം ചുരുക്കി കൊണ്ടുവരുമ്പോൾ ഭാഗവതം പറയണു, ഇനിയെങ്കിലും ഈ മനസ്സിനെ ഒന്ന് തുറന്നു വിടും. നിങ്ങൾ ഓരോരോ ചെറിയ ചെറിയ തുച്ഛമായ ആഗ്രഹങ്ങളാണ് എനിക്ക് ജീവിതം എന്ന് തോന്നിപ്പിക്കുന്ന ആ തോന്നൽ വിടിയിക്കാൻ ഇന്ന് മുതൽ കണ്ണനോട് പറയാൻ സാധിക്കണം. നമ്മുടെ കുട്ടികളെയാണ് ഭാഗവതം കൽപ്പിക്കേണ്ടത്. ഏതേത് ചെറിയ ദുഃഖത്തിലും അവർ മുന്നിലോട്ട് ഒറ്റയ്ക്ക് പോകുമ്പോഴില്ലേ, പല അമ്മമാരും പറയുമ്പോൾ പല നാട്ടിലൊക്കെ പോയിട്ട് ഇവർക്ക് വിടാതിരിക്കാൻ പറ്റുന്നില്ല. കഷ്ടം തോന്നുകയാണ് കേൾക്കുമ്പോൾ. കാര്യം ഇവളുടെ കൂട്ടുകാരികളൊക്കെ പോയി, പക്ഷേ ഇവൾക്കാഴ്ച പേടിയാണ് ഒറ്റയ്ക്ക് പോയി താമസിച്ച് പഠിക്കാനൊക്കെ. പക്ഷെ പോകേണ്ടത് ഇവിടത്തേക്കാണ്, ഇംഗ്ലണ്ടിലേക്ക്. ചെറിയ ഇടത്തേക്കും പോയാൽ ഇങ്ങനെ കുറേ പേരെ മനസ്സോടുകൂടി പറിച്ചു വിടുന്നു. നിങ്ങളിതൊക്കെ അറിയുന്നുണ്ടാവില്ലേ? ഈ കഴിഞ്ഞ 6 മാസത്തിൻ്റെ ഇടയിൽ കേരളത്തിൽ 2-3 സ്ഥലത്തു നിന്ന് ഏകദേശം വിദേശ രാജ്യത്തേക്ക് കുടിയേറ്റം തന്നെ വേണം പറയാമെന്നാണ്. എല്ലാവരും ഡിഗ്രി കോഴ്സായിട്ട് പോയിട്ടുള്ളവരാണ്. 20,000-ത്തിലധികം ചെറുപ്പക്കാർ കുട്ടികൾ. എത്രയാണ്? 20,000-ഓളം കുട്ടികൾ. ആലോചിക്കുക. പിന്നെ എവിടെ ഈ ക്ഷേത്രത്തിലും മറ്റും കിട്ടും? ഇവിടെ നവീകരണം കഴിയാത്ത ഒരൊറ്റ ക്ഷേത്രവും നമ്മുടെ കണ്ണൂരിനി ഉണ്ട് തോന്നില്ല. ശരിയല്ലേ? പറയൂ. ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ ഇതിനൊക്കെ ആരായിരിക്കും ഭാരവാഹികൾ? ഇതിനൊക്കെ ആരായിരിക്കും സപ്താഹങ്ങൾക്ക്? നിങ്ങൾ ആലോചിക്കുക.
അന്നദാന മണ്ഡപം പോലും ഇല്ലാത്ത ഒരു ക്ഷേത്രം പോലും ഇന്നില്ല. ശരിയല്ലേ? നമ്മൾ ഉണ്ടാക്കിയത് പകുതി മുക്കാലും ക്ഷേത്രത്തിലേക്ക് കൊടുത്ത എത്രയോ പേര് ഇവിടെയുണ്ട്. ഇനിയും കൊടുക്കാൻ നിങ്ങളിങ്ങനെ സമ്പാദിക്കുന്നു. ഇതൊക്കെ അനുഭവിക്കേണ്ടത് ആരാണ്? പറയൂ. അത് കുട്ടികൾക്ക് സാധിക്കണം. ആത്മഫലമാണ് ഇവർക്ക് ചോർന്നു പോകുന്നത്. അല്ലാതെ ഏത് ദുഃഖത്തിലും എൻ്റെ കുട്ടി തളരില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടാവണമെങ്കിൽ അത് ഭഗവാനെ അറിഞ്ഞ കുട്ടി മാത്രമേ നിങ്ങൾ പറയുള്ളൂ. മറ്റതൊരു വെല്ലുവിളിയായിരിക്കും. അത് ജയിച്ചുകൊള്ളണമെന്നില്ല. ഭഗവാനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബോധം മുഴുവനും ഭഗവാനാണ്. ഈ ലോകം മുഴുവനും നിയന്ത്രിക്കുന്നത് ഈശ്വരനാണ് എന്ന ചെറിയ ഒരു ബോധ്യം ആ കുട്ടിയുടെ ഉള്ളിലുണ്ടെങ്കിൽ ഏതേത് തടസ്സങ്ങൾ വരുമ്പോഴും അവൾ ആരോടും ചോദിക്കില്ല. ആ തടസ്സം മുന്നിൽ കാണുമ്പോഴവൾ പറയും, ഈ നിമിഷം ഞാൻ മരിച്ചേക്കാം എന്നുള്ള ഘട്ടം എല്ലാവർക്കും തോന്നുമ്പോൾ അവൾക്ക് തോന്നും, അവന് തോന്നും, എനിക്കൊരു ഭയവുമില്ല. ഇതിനേക്കാളും വലിയൊരു ഈശ്വരൻ എൻ്റെ പിറകിൽ വന്നുകൊണ്ടുണ്ട്. മനസ്സിലായില്ലേ? ഈ ഭയപ്പെടുത്തുന്നത് ഇത്ര നിസാരാണെന്ന് എനിക്കറിയാം. ഇതിനേക്കാളും വലുതാണ് എൻ്റെ ഈശ്വരൻ. അതിനെന്ത് വേണം? വെറുതെ ഈശ്വരൻ വലുതാണെന്ന് പറഞ്ഞാൽ പോരാ. ഈശ്വരൻ്റെ കഥകളെ നല്ലതുപോലെ സദാ പിബന്തി, നല്ലതുപോലെ ശ്രവണമൃത സംപുടം നിറച്ചും കേൾക്കാൻ സാധിക്കുക. ചൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. കേട്ടാൽ മാത്രം ഈ ഒരു അനുഭവം ഉണ്ടാക്കുന്ന മറ്റൊരു ശാസ്ത്രം ഇല്ല. ഈ ഒരു കഥ എന്നുള്ളത് വേദമുഖ്യമാണ്, വളരെ രഹസ്യ. അങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിതാ വളരെയധികം ശ്രദ്ധിച്ച് പറഞ്ഞത്. പരീക്ഷിട്ടെ, അങ്ങ് ഈ കഥ അങ്ങയുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം. കാരണം എന്തേ? ഇന്ന് വരെ വന്നിട്ടുള്ളതൊക്കെ തെറ്റുകളാണ്. ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ട. അങ്ങനെയെങ്കിൽ ഇതുവരെ ഭയപ്പെട്ടതൊക്കെ, ആ ഭയം ഒക്കെ ഏറെക്കുറെ ആർക്ക് പോയി? പറയൂ. പരീക്ഷത്തിന്റെ ഉള്ളിൽ നിന്ന് പോയി. ഇതൊക്കെ നശിച്ചാലും എനിക്കൊന്നും വരാനില്ല. എൻ്റെ ഈശ്വരൻ ഇതിലും വലുതാണ്, അത്രയും വലിയൊരു അമൂല്യ സ്വത്താണ്, നിധിയാണ് എന്ന തോന്നലുണ്ടാക്കാനാണ് ഈ ഒരു കഥ നമ്മൾ ചേർത്ത് വെക്കുക. ഈ കഥയൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾ കേൾക്കേണ്ടതാണ്. എല്ലാത്തിലുള്ള ആ സങ്കല്പം നമുക്ക് മാറുന്നു. വരാഹമൂർത്തി എന്നുള്ളത് ഭൂമിയെ ഇത്രയധികം ബന്ധപ്പെട്ട് ജീവിക്കുന്ന മറ്റൊരു ജീവി ഇവിടെ ഇല്ല. അത് നേരിട്ട് മൂക്കുകൊണ്ട് അവിടെ ഇങ്ങനെ മുട്ടിയിട്ട് ഇങ്ങനെ നടക്കണം. ഭൂമിയെ മുഴുവനും അത്ര അടുത്തറിയുന്ന ഒരു ജീവി ഇല്ല എന്നൊക്കെയാണ് പറയാം. അങ്ങനെ ആ വരാഹമൂർത്തിയുടെ ആ ഒരു പ്രകരണം ഇവിടെ കടലായപ്പൻ്റെ ഉണ്ണിക്കണ്ണൻ്റെ പാദങ്ങളിലേക്ക് നമുക്കിതാ സമർപ്പിക്കാം. നാളെ ഈ സമയത്ത് നമുക്ക് ഭദ്രകാളിയായിട്ട് ഭഗവാൻ ആ ഭരതനെ അനുഗ്രഹിക്കാൻ അവതരിച്ചതായ കഥയാണ്. ഏതേത് ഭാവത്തിലും ഏതേത് തരത്തിലുള്ള അവസ്ഥയിലും പ്രാർത്ഥനയ്ക്ക് ഭഗവത് ആശ്രയം നേടിയിട്ടുള്ളവർക്ക്, ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഒരിക്കലും നാശമില്ല എന്നാണ് ഭാഗവതം രത്നചുരുക്കത്തിൽ നമ്മളോട് പറഞ്ഞു തരും. എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതം കണ്ട് പകച്ചുപോയ നമ്മൾക്ക് ഓരോരുത്തർക്കും എത്രയോ അത്ഭുതമായ ഈ പ്രപഞ്ചത്തിൽ പോലും യാതൊരു അത്ഭുതങ്ങൾ കാട്ടി വളരെ നിസാരമായി ജീവിച്ചു പോയ ആ മനുഷ്യ അവതാരത്തെ നമ്മൾ പഠിക്കുന്നതോടുകൂടി ഈ ജീവിതം വളരെ നിസാരമായിട്ട് നമുക്ക് തീർക്കാൻ സാധിക്കും. ഇപ്പോൾ യജ്ഞവേദിയിൽ ദീപാരാധന നമുക്കൊരു എല്ലാവരും കൈയടിച്ച് ദീപാരാധന കീർത്തനം പാടും. ജയ ജയ ഭാഗവതാം ദേവാ, ജയ ജയ ഭാഗ